പാകിസ്ഥാൻ ചാരൻ ബംഗളൂരുവിൽ അറസ്റ്റിലായി. പാകിസ്ഥാന് വേണ്ടി സൈനിക രഹസ്യങ്ങൾ ചോർത്തിയ ഭാരത് ഇലക്ട്രോണിക്സ് ജീവനക്കാരനായ ഉത്തർപ്രദേശ് സ്വദേശി ദീപ് രാജാണ് പിടിയിലായത്. മിലിറ്ററി ഇന്റലിജൻസും കർണാടക രഹസ്യാന്വേഷണ വിഭാഗവും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ഈ വിഷയത്തോടുള്ള നമ്മുടെ നിലപാട് പറയുന്നതിന് മുമ്പ് ആദ്യമായി മാതൃഭൂമിക്ക് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. നിങ്ങളെങ്കിലും നിർഭയമായി ഈ വാർത്ത കൊടുത്തല്ലോ. അതുകൊണ്ട് ഈ വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് വലിയ ബഹുമാനമുണ്ട്. എന്നെ കേൾക്കുന്ന നാനാജാതി മതത്തിൽപ്പെട്ട മനുഷ്യർക്കും ഒരു നിമിഷം ചിന്തിക്കാൻ വേണ്ടി പറയാം. 2025 തുടങ്ങിയിട്ട് 3ാമത്തെ കേസാണ് രാജ്യദ്രോഹ കുറ്റം. അതിലൊന്ന് നമ്മുടെ മലയാളി. ആ വാർത്ത ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഈ ചർച്ച തുടങ്ങാം. നോക്കൂ നിങ്ങൾ. ന്യൂഡൽഹി പ്രതിരോധ മേഖലയിലെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ പാകിസ്ഥാൻ രഹസ്യ അന്വേഷണ ഏജൻസികൾക്ക് ചോർത്തി നൽകിയെന്ന കേസിൽ മലയാളിയടക്കം 3 പേരെ കൂടി ദേശീയ അന്വേഷണ ഏജൻസി NIA അറസ്റ്റ് ചെയ്തു. കൊച്ചി കപ്പൽശാലയിലെ മുൻ ട്രെയിനി കടമക്കുടി സ്വദേശി PA അഭിലാഷാണ് പിടിയിലായത്. ഇനി രണ്ടാമത്തത്, പാക് ചാര സംഘടനയ്ക്ക് സൈനിക രഹസ്യ വിവരങ്ങൾ കൈമാറി UP-യിൽ കേന്ദ്ര ആയുധ ഫാക്ടറി ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. ഫിറോസാബാദിലെ ഹസത്പൂർ ആയുധ ഫാക്ടറിയിലെ രവീന്ദ്രകുമാറാണ് പിടിയിലായത്. ഒരാള് മലയാളി, മറ്റൊന്ന് UP-കാരൻ. പിന്നെ ഇന്നത്തെ വാർത്ത, ഇതടക്കം 3 പേര്. എന്നെ കേട്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട രാജ്യസ്നേഹികളെ, രാവും പകലും ദേശീയ ബോധവും രാജ്യസ്നേഹവും അണപൊട്ടി ഒഴുകുന്നവരെ, നിങ്ങളോടൊക്കെ ഞാൻ വിനയത്തോടു കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ കുളു മണാലിയിൽ പോയ ഇത്താത്താക്ക് വേണ്ടി ഈ ജനൻ TV അടക്കം ഉറക്കമൊഴിച്ച് ആരിഫിനെയും ജാമിദനെയും കൊണ്ടുകൊണ്ട് 2 നെഞ്ചത്ത് മേടിച്ച് കരഞ്ഞു. ഒരാളാണെങ്കിൽ സുന്നത്തും വരും, ഒരാൾക്ക് സുന്നത്തും അയാളാണെങ്കിൽ നിരാഹാരം കിടന്ന് ചുക്കിച്ചുളിഞ്ഞു ഉണങ്ങി അവസാനം അത് അവസാനിപ്പിച്ചിട്ട് പോയി. ഇങ്ങനെയൊക്കെ കിടന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ഗൗരവമാവുകയും രാജ്യദ്രോഹ കുറ്റം ലളിതമാവുകയും ചെയ്യുന്നത്? ഈ വിഷയത്തിൽ ആരെങ്കിലും ഒരാളുടെ അഭിപ്രായം പറഞ്ഞു? ഒരു ചർച്ച, ഒരു അന്തിച്ചർച്ച, നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും മീഡിയ ഒരു അന്തിച്ചർച്ച. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? രാജ്യദ്രോഹ കുറ്റം ഒരു കുറ്റമല്ല എന്ന്. പിന്നെ എന്നെ സംബന്ധിച്ചുള്ള ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിൽ പിടിക്കപ്പെട്ട വ്യക്തിയുടെ പേര് കാണുമ്പോൾ ഇതൊന്നും ചർച്ചയ്ക്ക് വെക്കേണ്ടതില്ല എന്ന് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. കാരണം ഇവരിത് ചെയ്യുമെന്ന് എല്ലാവർക്കും ബോധ്യമാണ്. ഈ നാട്ടിലുള്ള എല്ലാ ഹിന്ദുക്കൾക്കും മുസൽമാനും ക്രൈസ്തവനും ഈ പിടിക്കപ്പെട്ട പേരുകാർ ഇപ്പൊ സ്വാഭാവികമായിട്ട് ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ടല്ലോ, ഈ മയക്കുമരുന്ന് കേസിൽ ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണല്ലോ സ്ഥിരമായി പിടിക്കാറ് ഉള്ളതെന്ന് നിങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉയർത്തിവിടുന്ന ചോദ്യം ഉണ്ടല്ലോ. എന്നാൽ മറു ചോദ്യം ഇതുപോലെ ചോദിക്കാൻ ഞങ്ങൾക്ക്, ഈ രാജ്യദ്രോഹ കുറ്റത്തിന് സ്ഥിരമായി പിടിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവരാണെങ്കിൽ ഈ രാവും പകലും ഒക്കെ ദേശീയ ബോധം നിങ്ങളുടെ അണപൊട്ടി ഒഴിയട്ടെ. മാത്രമല്ല, ഇവിടെ ഈ നാട്ടിൽ താമസിക്കുന്ന മുസ്ലിമീങ്ങളായ ആളുകൾ, അവർക്ക് ഈ രാജ്യത്തോട് കൂറില്ല. അവർ നൈരന്തര്യമായി പാകിസ്ഥാനോട് അനുഭാവം വെച്ച് പുലർത്തുന്നവരാണ്. അവർ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ എങ്ങനെങ്കിലും പാകിസ്ഥാൻ ജയിച്ചാൽ മതി എന്ന് ഉള്ളിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് എന്ന് ഞങ്ങളെപ്പോലുള്ള സാധുക്കളെ, ഈ ക്രിക്കറ്റ് കളി പോലും തിരിഞ്ഞ് കാണാത്ത ഞങ്ങളെപ്പോലുള്ള സാധുക്കളെ ആരോപിക്കുന്ന നിങ്ങളുടെ അവസ്ഥ എന്നാലോചിച്ച് നോക്കിയേ. ഈ പിടിക്കപ്പെടുന്നതില്ല ഒരേ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ. ഇതിന് നമ്മൾ മനസ്സിലാക്കുന്നത്, ആളുകൾക്ക് അത്ഭുതം തോന്നാത്ത എന്താ അറിയോ? പണ്ട് ഇന്ത്യയുടെ ബദ്ധവൈരിയായ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്തും ഇതേ പണി തന്നെയായിരുന്നു. ഈ കൂട്ടത്തിൽ കുളം കലക്കുക, കൂട്ടത്തിൽ നിന്നോട്ട് നമ്മുടെ രാജ്യക്കാരെ ഒറ്റിക്കൊടുക്കുക. ഈ പണി മുമ്പും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയുടെ ശത്രു ആരാണോ, ഇന്ത്യ ശത്രുവായിട്ട് ആരെ നടക്കുന്നത്, അവരുടെ കാല് നെക്കി കൊടുക്കുന്ന പരിപാടി, അവർക്ക് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ഒറ്റിക്കൊടുക്കുന്ന പരിപാടി ചെയ്യുന്നത്. ഇതൊന്നും ഒരു ഗൗരവമാകുന്നില്ല നമ്മുടെ മാധ്യമങ്ങൾക്ക്. ഒരു ചാനൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഒരു ചാനൽ, ഏതെങ്കിലും ഒരു ചാനൽ, ഈ രാജ്യത്തോട് കൂറുള്ള പ്രതിബദ്ധതയുള്ള ഏതെങ്കിലും ഒരു ചാനൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടോ? അന്തസ്സുണ്ടെങ്കിൽ നിങ്ങൾ മറുപടി പറ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയല്ല. അടുത്ത ഞാൻ വായിച്ചുതരാം. ഈ സമീപകാലത്തായിട്ട് ഈ രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ ഒറ്റിക്കൊടുത്തതിന്റെ പേരിൽ പിടിക്കപ്പെട്ടവരെ നോക്കൂ. 1, പാക് ചാരവൃത്തി കേസിൽ BJP നേതാവായ മനോജ് മണ്ഡലിനെ മധ്യപ്രദേശ് ATS അറസ്റ്റ് ചെയ്തു. 1. രണ്ടാമത്, പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ BJP കൌൺസിലടക്കം 11 അറസ്റ്റുകാർ മധ്യപ്രദേശിൽ അറസ്റ്റ്. 3. പാക് ചാരവൃത്തി കേസിൽ BJPയുടെ IT സെൽ അംഗമായ ധ്രുവ് സക്സേനയെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തു. അടുത്ത പറയുന്നത്, പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥയായ മാധുരി ഗുപ്തയെ അറസ്റ്റിലായി. അടുത്തത്, സൈനിക രഹസ്യം ചോർത്തിക്കൊടുത്ത DSP രവീന്ദ്രനാഥ് അറസ്റ്റ്. ഈ സമീപകാലത്തെ ലിസ്റ്റാണ് വായിക്കുന്നത്. അടുത്തത്, പാകിസ്ഥാനിൽ നിന്നും അനധികൃത ആയുധങ്ങളും മയക്കുമരുന്നും കടത്തി BSF ജവാൻ സുമിത് കുമാർ അറസ്റ്റിൽ. ഓപ്പറേഷൻ മാഡം ജി പാകിസ്ഥാന് രഹസ്യ വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന മഹേഷ് കുമാർ അറസ്റ്റിൽ. അടുത്തത്, ഇന്ത്യൻ സൈന്യത്തിന്റെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചൈനയ്ക്ക് ചോർത്തി നൽകിയതിന് RSS നിയന്ത്രണത്തിലുള്ള
വിവേകാനന്ദ ഫൗണ്ടേഷന്റെ സജീവ പ്രവർത്തകനായ ഫ്രീലാൻഡ് മാധ്യമ പ്രവർത്തകൻ രാജീവ് ശർമ്മ അറസ്റ്റിൽ. അടുത്തത്, ഇന്ത്യൻ യുദ്ധവിമാനങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയ ചാരൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL ഉദ്യോഗസ്ഥൻ ദീപക് ഷിർസാത്ത് അറസ്റ്റിൽ. അടുത്തത്, പാകിസ്ഥാൻ മിലിറ്ററി ഇന്റലിജൻസിലെ ഒരു വനിതയ്ക്ക് രാജ്യത്തിന്റെ സൈനിക സംബന്ധിയായ സുരക്ഷാ വിവരങ്ങൾ കൈമാറിയ പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥനായ മഹേഷ് കുമാർ അറസ്റ്റിൽ. അടുത്ത വാർത്ത, 5000 രൂപക്ക് രാജ്യരഹസ്യങ്ങൾ പാക് സുന്ദരിക്ക് ചോർത്തിക്കൊടുത്തു. ചാരന്മാരിലെ മലയാളി സാന്നിധ്യം കേട്ട് ഞെട്ടി കേരളം. ഒരാള് അഭിലാഷ്, നമ്മുടെ മലയാളിയാണ്. മറ്റൊരാള് വേദൻ ലക്ഷ്മൺ, ഡണ്ടൽ, അക്ഷയ് രവി എന്നിവരെ എന്നെ വിശദമായി ചോദ്യം ചെയ്തു. ഇതിലൊരു പേര്, ഇഷ്ടംപോലെ ലിസ്റ്റിന്റെ ഉണ്ട്, ഇതിലൊരു പേരെങ്കിലും മുസൽമാന്റെ ഉണ്ടോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മുൻനിരയിലുണ്ടായവരും ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തവരും അവരന്ന് എന്ത് നയമാണ് സ്വീകരിച്ചത്? അവരുടെ പിന്മുറക്കാരായി ഇന്ന് ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങളും അതേ നയം തന്നെയാണ് സ്വീകരിക്കുന്നത്. അഥവാ ശത്രു രാജ്യത്തോടുള്ള പ്രതിരോധ നിലപാട്. ആ നിലപാട് ഇന്ന് സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഒരു മുസൽമാനെയും ഈ പട്ടികയിൽ കാണാത്തത്. ഞങ്ങളുടെയൊക്കെ തന്തമാര് നല്ല ഒന്നാം തരം അന്തസ്സുള്ളവരായതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നും ഈ രാജ്യത്ത് ആത്മാഭിമാനത്തോടെ നിലനിൽക്കുന്നത്. ഞങ്ങൾക്കിവിടെ ആരുടെയും രാജ്യസ്നേഹ സർട്ടിഫിക്കറ്റ് ഇവിടെ വേണ്ട. അവർ രാജ്യത്തിന് വേണ്ടി ജീവിച്ചു, രാജ്യത്തെ ഹൃദയത്തിൽ കൊണ്ടു നടന്നു. അവർക്ക് ദേശീയ ബോധവും ദേശീയ സ്നേഹവും ഉള്ളതുകൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, അതിന്റെ ഏറ്റവും പ്രകടമായ അടയാളമായിരുന്നു കൊൽക്കത്തയിൽ ആദ്യമായി മെക്കാളോ പ്രഭു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് സംസ്ഥാപനം കുറിച്ചപ്പോൾ അന്നത്തെ കേരളത്തിലെ മതപണ്ഡിതന്മാർ, ഇന്ത്യയിലെ മതപണ്ഡിതന്മാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ബഹിഷ്കരിക്കാനുള്ള കാരണം എന്താ? മെക്കാളോ പ്രഭു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. ബ്രിട്ടീഷ് ഹൃദയവും ഇന്ത്യൻ ശരീരവുമുള്ള ഒരു സമൂഹത്തെ ഞാനിവിടെ വാർത്തെടുക്കുന്നു. അങ്ങനെ ബ്രിട്ടീഷ് മനസ്സും ഇന്ത്യൻ ശരീരമുള്ള ഒരു സമൂഹത്തെ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ ബഹിഷ്കരിച്ചിരുന്നു. അങ്ങനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന മുസ്ലിമീങ്ങളോട് വിമുഖത പുലർത്തിയിരുന്നു. അവിടെയാണ് യഥാർത്ഥ രാജ്യത്തോടുള്ള കൂറും പ്രതിബദ്ധതയൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിം പണ്ഡിതന്മാരും ഈ രാജ്യത്ത് ജീവിച്ചിരുന്ന ഞങ്ങളുടെ മുൻ തലമുറക്കാരും ഒക്കെ കാണിച്ചത്. അതേ പാരമ്പര്യം ഞങ്ങൾ ഇന്നും തുടരുന്നു. പക്ഷേ അന്ന് കാല് നക്കി കൊടുത്തവര് ഇന്നും അതേ പണി തട്ട തുടങ്ങുന്നു. ഇല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ ജീവൻ സുരക്ഷയ്ക്ക് ഭീഷണി വരുത്തുന്ന ഇത്തരം രാജ്യദ്രോഹ കുറ്റങ്ങൾ വരുമ്പോൾ ഒരു ചർച്ച അല്ലെങ്കിൽ പോട്ടെ അരച്ചർച്ച നടത്തണ എന്താ പറ്റാത്തത്? ആ ചർച്ചയിൽ ഉയർന്നു വരുന്ന പേരുകൾ നമ്മുടെ നെഞ്ചത്ത് തന്നെ കൊള്ളുമെന്നുള്ള ഭയം കൊണ്ടാ. അതുകൊണ്ട് അന്തസ്സുള്ള, രാജ്യത്തോട് കൂറുള്ള, എത്തിക്സ് ഉള്ള, മാധ്യമധർമ്മത്തിന്റെ അല്പമെങ്കിലും തൊട്ട് തീണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരുത്തൻ ഞാൻ ഈ പറഞ്ഞതിന് മറുപടി പറ. ഏതെങ്കിലും ഒരാള് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഏതെങ്കിലും ചാനൽ നടത്തിയതായിട്ട് ഒരു അഭിപ്രായം പറ. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്തി തരാം. സ്വാഗതം ചെയ്യും.